നമസ്കാരം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം YIP കുറിച്ചാണ്. നമ്മൾ സാധാരണ YIPയിൽ ഐഡിയ സബ്മിഷൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് PPT അല്ലെങ്കിൽ VOC. നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ നോർമൽ PDF ഉണ്ടാക്കുന്നത് പോലെ വെറും AI ഒക്കെ യൂസ് ചെയ്ത് ടെക്സ്റ്റ് കൊടുത്ത് ചെയ്യുന്നതല്ല ശരിക്കും VOC അല്ലെങ്കിൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, അതും YIPയിൽ അപ്ലോഡ് ചെയ്യാൻ. നമ്മൾ YIPയിൽ നമ്മുടെ VOC അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മളൊരു VOC സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊജക്റ്റ് എന്താണോ അതിൻ്റെ വളരെ ഷോർട്ടാക്കിയുള്ളൊരു കാര്യങ്ങളും ഒപ്പം ആ പ്രൊജക്റ്റിൻ്റെ ഹെഡിങ്ങും ഒപ്പം മെയിനായി എല്ലാ പേജിലും വേണ്ടത് ആ പേജിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ YIPയുടെ ലോഗോ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊജക്റ്റ് എന്താണോ എല്ലാ സ്ലൈഡിലും നിങ്ങളുടെ ആ പ്രൊജക്റ്റിൻ്റെ ഏകദേശം ഒരു പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ ചെയ്തതിൻ്റെ ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ, ഒരു 3D നിർമ്മിച്ചത്, അത് അവിടെ കൊടുക്കുക. അത് കുറച്ചും കൂടി അട്രാക്റ്റീവായി തോന്നും. കുറച്ചും കൂടി നിയോൺ കളർ, ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വെറും ബ്ലാക്ക് കളറിൽ മാത്രം ടെക്സ്റ്റ് കൊടുക്കാതിരിക്കുക. വെറൈറ്റി കളേഴ്സിൽ എന്താണോ പ്രൊജക്റ്റ് അതായിട്ട് മാച്ചായി എന്ന രീതിയിൽ വേണം നാം നിർമ്മിക്കാൻ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് പേജിൽ നമ്മൾ ഒരിക്കലും ഫുള്ളായിട്ടുള്ള നമ്മുടെ ആ പ്രൊഡക്റ്റ് എന്താണോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് എന്താണോ അതിൻ്റെ ഇമേജ് ഫുള്ളായിട്ടും എന്താണോ അത് കറക്റ്റായിട്ട് കൊടുക്കാതിരിക്കുക. ഏകദേശം നമ്മുടെ പ്രൊജക്റ്റ് എന്താണോ അതായിട്ട് ഏകദേശം മാച്ച് ആവുന്ന രീതിയിൽ വേണമെങ്കിൽ കുറച്ച് ഇമേജസ് കൊടുക്കാം. അതിനുശേഷം ഹെഡിങ് നല്ല വലുതാക്കി കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡ് YIPയുടെ ലോഗോ വെച്ചതിന് ശേഷം ഫസ്റ്റ് പേജ് അവിടെ കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് പേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പ്രൊജക്റ്റ് എന്താണോ അത് വളരെ ഷോർട്ടാക്കി കൊടുത്ത് അത് ആ പ്രൊജക്റ്റ് ഫുള്ള് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചെറുതാക്കി ചുരുക്കി കൊടുക്കുക. അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് കീ പോയിൻറ്റ്സ് കൂടി അപ്ലോഡ് ചെയ്യുക. എന്ന് വെച്ചാൽ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് റൈറ്റ് സൈഡിൽ പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ചെറുതാക്കി ഷോർട്ടാക്കി പ്രൊജക്റ്റ് ഫുള്ള് ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ മെയിൻ ഫീച്ചേഴ്സ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പേജിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റ് ആർക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ക്ലിയറായി ഫുൾ ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നാം ചെയ്യാൻ. അവിടെ അത് കൊടുത്തതിന് ശേഷം പറ്റുകയാണെങ്കിൽ അടുത്ത സ്ലൈഡിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരാളുമായി ചെയ്തൊരു കോൺവേഴ്സേഷൻ അവിടെ കൊടുക്കുക. ആരാണ് അയാളുടെ ഡീറ്റെയിൽസ് കൂടി ഉൾപ്പെടുത്തി ആ ഒരു പേജിൽ കൊള്ളുന്ന രീതിയിൽ വളരെ ഷോർട്ടാക്കി ഒരു ഇൻ്റർവ്യൂ പോലെ നിങ്ങൾ ഇത് ആരാണോ അനുഭവിക്കുന്നത് അയാളായിട്ട് ചെയ്ത് അയാൾ നൽകിയ ആൻസറും നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനും ഒക്കെ വെച്ച് ഒരു കോൺവേഴ്സേഷൻ പോലെ ചെയ്യുക. അത് നിങ്ങളുടെ പ്രൊജക്റ്റിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്തതായി നിങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റ് നിങ്ങളുടെ സൊസൈറ്റിയിൽ ഉള്ളൊരു പ്രോബ്ലത്തിനെയാണോ സോൾവ് ചെയ്യുന്നത് അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ക്ലിയറായി ഡിഫൈൻ ചെയ്ത് വേണം അവിടെ കൊടുക്കാൻ. നമ്മൾ ഓരോ സ്ലൈഡ് നിർമ്മിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിൻ ഘടകമാണ് ഒരിക്കലും വാരി വലിച്ച് മൊത്തം ഒരു ഫുള്ളായും എഴുതി കൊടുക്കുന്നതിന് പകരം വളരെ ഷോർട്ടാക്കി അതെന്താണെന്ന് ഒരു ചിത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ആ ചെറിയ വാക്കുകളിലൂടെയോ മനസ്സിലാക്കുന്ന രീതിയിൽ വേണം ഓരോന്നും നിർമ്മിക്കാൻ. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് സൊല്യൂഷൻ ആയിരിക്കുമല്ലോ, അത് എങ്ങനെയാണ് ആ കാര്യത്തിന് ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആകുന്നത് എന്ന് ഡിഫൈൻ ചെയ്യണം.
അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ പ്രൊജക്റ്റ് അതിൻ്റെ കറക്റ്റ് ഒരു 3D പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി അതിൻ്റെ 4 സൈഡും കാണുന്ന രീതിയിൽ ആ പ്രൊഡക്റ്റ് അവിടെ ഷോ ചെയ്യുക. ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസുകൾ കാണിക്കുക. ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ 4 സൈഡ് ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്യുക. വളരെ ക്ലിയറായി വേണം അപ്ലോഡ് ചെയ്യാൻ. സാധാരണ മറ്റു റിയലായി എടുക്കുന്നതിലും കുറച്ചുകൂടി നല്ലത് AI സോഴ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതായിരിക്കും. കുറച്ചുകൂടി ക്ലിയാരിറ്റി ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ഘടകമാണ് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതിന് ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾ എത്ര ആയിരിക്കുമെന്ന് ഏകദേശം ഒന്ന് കണക്ക് കൂട്ടുക. അതിനുശേഷം ആ എമൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്തിനൊക്കെ എത്ര രൂപ എങ്ങനെയെന്ന് ഡിഫൈൻ ചെയ്ത് ഒരു ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്ത് അവിടെ കൊടുക്കുക. ഒപ്പം അതിൻ്റെ ഡ്യൂറേഷനും എത്ര മാസം എടുക്കും അല്ലെങ്കിൽ എത്ര ആഴ്ച എടുക്കും, ചിലപ്പോൾ വർഷങ്ങളോളം എടുത്തേക്കാം. അപ്പോൾ അത് ക്ലിയറായി ഇത്ര മാസം കൊണ്ട് ഇതുവരെ ചെയ്യും എന്ന രീതിയിൽ വേണം നമ്മൾ കൊടുക്കാൻ. ഓക്കെ, എന്ന് വെച്ചാൽ അതിൻ്റെ ബേസ് ജസ്റ്റ് 2 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ആകും എന്ന രീതിയിൽ ഒരു 5-10 ലൈൻ വരുന്ന രീതിയിലുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വേണം ആ സ്ലൈഡിൽ കൊടുക്കാൻ. ഏറ്റവും അവസാനം കൊടുക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ്. ഏറ്റവും അവസാനം കൊടുക്കുമ്പോൾ YAPയുടെ ലോഗോ കുറച്ചുകൂടി വലുതാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ആ ഇമേജും, ഒപ്പം നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ ഹെഡിങ്, നമ്മൾ ഗ്രൂപ്പിനൊരു പേര് കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ പേര്, അത് അവിടെ കൊടുക്കുക. ഒപ്പം ഗ്രൂപ്പിലുള്ള ആളുകളുടെ പേരും, ഒപ്പം ഗ്രൂപ്പിനൊരു യുണീക്ക് ID ഉണ്ടാകും. ആ ID കൂടി അവിടെ കൊടുത്തതിന് ശേഷം താങ്ക് യു എന്ന് എഴുതാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഒരു താങ്ക് യു എന്നുകൂടി എഴുതി എൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ PPT നിർമ്മിക്കേണ്ട പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നിർമ്മിച്ചാലാണ് ഏകദേശം ഒരു ഫുൾ PPT അല്ലെങ്കിൽ VOC എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ YAPയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും, ഇതിപ്പോൾ YAPയുടെ കേസ് മാത്രമല്ല, ഏത് പ്രൊജക്റ്റ് ആയാലും എന്ത് പ്രോഗ്രാം ആയാലും നമ്മൾ സാധാരണ ഒരു PPT സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് സബ്മിറ്റ് ചെയ്യാറ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തതിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എങ്ങാനും നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി ഇതൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കൂടി ഇമേജ് ആക്കി അപ്ലോഡ് ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമാവും. നമ്മൾ സാധാരണ YAP അംഗങ്ങൾ ഇത് പരിശോധിക്കുമ്പോൾ അവർക്കത് അട്രാക്റ്റീവായി തോന്നണം. ഇത് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയും, അത് നല്ലൊരു പ്രൊജക്റ്റാണ്, ഇത് പ്രായോഗികമാണെന്ന് അവരെ കൊണ്ട് തോന്നിക്കണം. അവിടെയാണ് നിങ്ങളുടെ കഴിവ് വരുന്നത്. ആ PPT നമ്മൾ ഇതുവരെ എഴുതിയതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ PPT അല്ലെങ്കിൽ VOC നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അതിലൊരു കുറവ് വരുത്താതിരിക്കുക. ചിലപ്പോൾ അതുണ്ടാക്കാൻ വീക്സ് എടുക്കും, ചിലപ്പോൾ 1-2 വീക്ക് കൊണ്ടൊന്നും കഴിയില്ല. എന്നാലും പറ്റുന്ന അത്രയും നല്ല ക്ലിയറായി കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം നിർമ്മിക്കാൻ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.